നമസ്കാരം. പ്രധാന വാർത്തകൾ. മദ്യലഹരിയിൽ ഭാര്യയെയും മകനെയും മർദ്ദിച്ച സംഭവത്തിൽ യുവാവിനെതിരെ കേസെടുത്തു. തിരുവനന്തപുരം അമരവിളയ്ക്ക് സമീപം പശുക്കോട്ടുകോണത്താണ് സംഭവം. പ്രവീൺ കുമാർ എന്നയാളിനെതിരെയാണ് മാരായമുട്ടം പോലീസ് കേസെടുത്തത്. +1 വിദ്യാർത്ഥിയായ മകനെ പ്രവീൺ ക്രൂരമായി മർദ്ദിച്ചിരുന്നു. 3 വർഷത്തോളമായി വിദ്യാർത്ഥി ക്രൂരമർദ്ദനത്തിന് ഇരയായിരുന്നു. ഭാര്യയെയും പ്രവീൺ അതിക്രൂരമായി മർദ്ദിക്കാറുണ്ടായിരുന്നു. മകനെ പ്രവീൺ മർദ്ദിച്ച് നിലത്ത് വീഴ്ത്തിയ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. കലോത്സവത്തിനെത്തിയ പെൺകുട്ടികളെ പിന്തുടർന്ന് ശല്യപ്പെടുത്തിയ പ്രതിയെ കസ്റ്റഡിയിലെടുത്തു. പ്രതി പോലീസുകാരന്റെ തലയ്ക്ക് കൈവിലങ്ങുകൊണ്ട് അടിച്ചു. സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നുവരുന്ന പത്തനംതിട്ട റവന്യൂ ജില്ലാ കലോത്സവത്തിനെത്തിയ പെൺകുട്ടികളെ പിന്തുടർന്ന് ശല്യപ്പെടുത്തിയതിന് സ്കൂൾ പ്രിൻസിപ്പലിന്റെ പരാതി പ്രകാരം കസ്റ്റഡിയിലെടുത്ത അജു എന്ന യുവാവാണ് പോലീസിനെ ആക്രമിച്ചത്. ആറന്മുള പോലീസ് സ്റ്റേഷനിലെ CPO 26-കാരനായ ആകാശിനെയാണ് 20-കാരനായ പ്രതി അജു കൈവിലങ്ങുകൊണ്ട് തലയ്ക്ക് അടിച്ച് പരിക്കേൽപ്പിച്ചത്. അക്രമാസക്തനായ പ്രതിയെ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് ബഹളമുണ്ടാക്കിയ അർജുൻ എന്നയാളെയും മെഡിക്കൽ പരിശോധനയ്ക്കായി കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് ആക്രമണമുണ്ടായത്. ജീപ്പിൽ ഡ്രൈവർ സീറ്റിന് പിന്നിലിരുന്ന ആകാശിനെ അജു ധരിച്ചിരുന്ന കൈവിലങ്ങ് ഉപയോഗിച്ച് തലയ്ക്ക് അടിക്കുകയായിരുന്നു. തലയുടെ മധ്യഭാഗത്ത് പരിക്കേറ്റ ആകാശ് കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. ആറന്മുള പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള നിരവധി മോഷണ കേസുകളിൽ വിചാരണ നേരിടുന്ന ആളാണ് അജു. പെട്രോൾ പമ്പ് ജീവനക്കാരനെ പമ്പിലെത്തി ദേഹോപദ്രവം ഏൽപ്പിച്ചതിന് ചെങ്ങന്നൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലും പ്രതിയാണ്. പറമ്പിൽ കോഴി കയറിയതിന് വൃദ്ധ ദമ്പതികളുടെ കൈകൾ ഇരുമ്പ് വടികൊണ്ട് തല്ലിയൊടിച്ച അയൽവാസി പിടിയിൽ. കമ്പളക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പള്ളിക്കുന്ന് ചുണ്ടക്കര തെക്കേ പീടികയിൽ TK തോമസിനെയാണ് പിടികൂടിയത്. സംഭവശേഷം ഒളിവിലായിരുന്ന ഇയാളെ കൽപ്പറ്റയിൽ നിന്നാണ് പിടികൂടിയത്. ഒരാളെ ഹെൽമറ്റ് കൊണ്ട് അടിച്ചു പരിക്കേൽപ്പിച്ച മറ്റൊരു കേസിലും തോമസ് പ്രതിയാണെന്ന് പോലീസ് അറിയിച്ചു. ഇക്കഴിഞ്ഞ 24-ാം തീയതിയാണ് ലാൻസി തോമസ് അമ്മിണി ദമ്പതികളുടെ വീട്ടിൽ അതിക്രമിച്ചു കയറിയ TK തോമസ് ഇരുമ്പ് വടികൊണ്ട് മാരകമായി ഇവരെ അടിച്ച് പരിക്കേൽപ്പിച്ചത്. ഇരു കൈകളുടെ എല്ലും തടയാൻ ശ്രമിച്ച ഭാര്യയുടെ വലതു കൈയുടെ എല്ലും പൊട്ടി ഗുരുതരമായി പരിക്കേറ്റിരുന്നു. പണിതീരാത്ത കെട്ടിടത്തിൽ നിന്നും സ്ത്രീയുടെ തലയോട്ടി ഭർത്താവ് കസ്റ്റഡിയിൽ. തലശ്ശേരിയിലാണ് സംഭവം. തലയോട്ടി കാണാതായ തമിഴ്നാട് സേലം സ്വദേശിനിയായ വയോധികയുടേതെന്നാണ് സംശയം. ഇവരുടെ മകൾ നൽകിയ പരാതിയിൽ തലശ്ശേരി പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് അസ്ഥികൂടം കണ്ടെത്തിയത്. തലയോട്ടിക്ക് 6 മാസം പഴക്കമുണ്ടെന്നാണ് സൂചന. അതേസമയം സംഭവവുമായി ബന്ധപ്പെട്ട് വയോധികയുടെ ഭർത്താവിനെ കസ്റ്റഡിയിലെടുത്തു. ഇയാളെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. നടിയെ ആക്രമിച്ച കേസിലെ 3-ാം പ്രതി ജീവനൊടുക്കാൻ ശ്രമിച്ചു. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലെ 3-ാം പ്രതി മണികണ്ഠൻ ജീവനൊടുക്കാൻ ശ്രമിച്ചു. ഇന്ന് പുലർച്ചെ മദ്യലഹരിയിൽ കൈഞ്ഞരമ്പ് മുറിക്കുകയായിരുന്നു. മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കിയതിനെ തുടർന്ന് പാലാരിവട്ടം പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചതിന് പിന്നാലെ കടയിൽ നിന്നും ബ്ലേഡ് വാങ്ങി കൈഞ്ഞരമ്പ് മുറിക്കുകയായിരുന്നു. തുടർന്ന് നാട്ടുകാരും പോലീസും ചേർന്നാണ് ആശുപത്രിയിൽ എത്തിച്ചത്. കേസിൽ ഡിസംബർ 8-ന് വിധി പറയാനിരിക്കെയാണ് ജീവനൊടുക്കാൻ ശ്രമം നടന്നിരിക്കുന്നത്. കൈനഗിരിയിൽ ഗർഭിണിയെ കൊന്ന കായലിൽ തള്ളിയ കേസ്. 2-ാം പ്രതിക്കും തൂക്കുകയർ. 1-ാം പ്രതിക്ക് പുറമെ 2-ാം പ്രതിയായ രജനിക്കും ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി 3 ശിക്ഷ വിധിച്ചു. കേസിലെ 1-ാം പ്രതിയായ പ്രബീഷിന് കഴിഞ്ഞ ദിവസം വധശിക്ഷ വിധിച്ചിരുന്നു. 2-ാം പ്രതിയായ രജനിയും കേസിൽ കുറ്റക്കാരിയാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നെങ്കിലും ഇവർ മറ്റൊരു കേസിൽ ജയിലിലായതിനാൽ ഇവർക്കുള്ള ശിക്ഷാവിധി മാറ്റിവെക്കുകയായിരുന്നു. മയക്കുമരുന്ന് കേസിൽ ഒഡീഷയിൽ ജയിലിലായിരുന്നു രജനി. ജയിലിലുള്ള രജനിയെ ഇന്ന് കേരള പോലീസ് കോടതിയിൽ ഹാജരാക്കി. 1-ാം പ്രതി പ്രബീഷിനെതിരെ ചുമത്തിയ എല്ലാ വകുപ്പുകളും 2-ാം പ്രതിയായ രജനിക്കെതിരെയും ചുമത്തിയിരുന്നു. കേശവദാസപുരം മനോരമ വധക്കേസിൽ ബംഗാൾ സ്വദേശിയായ പ്രതി ആദം അലിക്ക് ജീവപര്യന്തം തടവ്. തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് വിധി. 90,000 രൂപ പിഴയും വിധിച്ചു. കേസിൽ പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. അതിന് പിന്നാലെ കോടതി മുറിയിൽ നിന്ന് ഇറങ്ങിയോടിയ പ്രതിയെ പോലീസും അഭിഭാഷകരും ചേർന്ന് പിടികൂടുകയായിരുന്നു. തൊട്ടടുത്ത വീട്ടിൽ വീട്ടുജോലിക്ക് വന്ന ആദം അലി വൃദ്ധയെ കൊലപ്പെടുത്തി മൃതദേഹം കിണറ്റിലിട്ടെന്നാണ് കേസ്. ദിവ്യഗർഭം ധരിപ്പിക്കാമെന്ന് പറഞ്ഞ് യുവതിയെ ബലാത്സംഗം ചെയ്ത വ്യാജസിതൻ അറസ്റ്റിൽ. മലപ്പുറം കാളികാവ് സ്വദേശി സജിൻ ഷറഫുദ്ദീനാണ് പിടിയിലായത്. തിരുവനന്തപുരത്ത് നിന്നാണ് കൊളത്തൂർ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ഒരു ആത്മീയ യൂട്യൂബ് ചാനൽ വഴിയാണ് സജിൻ ഷറഫുദ്ദീനെ യുവതി പരിചയപ്പെട്ടത്.
ആഭിചാരക്രിയ വശമുണ്ടെന്ന് വിശ്വസിപ്പിച്ചാണ് സജിൻ ഷറഫുദ്ദീൻ യുവതിയുമായി ബന്ധം സ്ഥാപിച്ചത്. പിന്നീട് ക്വാർട്ടേഴ്സിലേക്ക് അതിക്രമിച്ചു കടന്ന് ബലാത്സംഗം ചെയ്യുകയായിരുന്നുവെന്നാണ് യുവതി നൽകിയ പരാതിയിൽ പറയുന്നത്. ഇയാൾക്കെതിരെ സമാന കേസുകൾ വേറെ ഉണ്ടെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. നിരവധി സ്ത്രീകൾ ഇയാൾക്കെതിരെ പരാതിയുമായി രംഗത്ത് വന്നതായാണ് വിവരം.